കർത്താവിന്റെ ക്രൂശിനെ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന നിമിഷമാകുന്നുവല്ലോ. നമ്മുടെ ആരാധനയിൽ ഉടനീളം കർത്താവിന്റെ ക്രൂശ് അനുഭവങ്ങളെ ധ്യാനിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഒന്നാം ഭാഗം ശുശ്രൂഷ പൂർണ്ണമാക്കിയപ്പോൾ നൽകിയ ആ സന്ദേശം നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒന്നാമതായി ഞാൻ പറയുവാൻ ശ്രമിച്ചത് നമ്മുടെ കർത്താവിന്റെ ക്രൂശ് ഈ ലോകത്തിന്റെ എല്ലാ തിന്മശക്തികളിന്മേലുമുള്ള വിജയത്തിന്റെ അനുഭവമാണ്. The cross of Jesus Christ is the symbol of the victory over all evil powers of this world. രണ്ടാമതായി ഞാൻ പറയുവാൻ ശ്രമിച്ചത് കർത്താവ് ഭാരമേറിയ ക്രൂശുമായി മുൻപോട്ട് പോകുമ്പോൾ വിലപിക്കുന്ന അലമുറയിടുന്ന സ്ത്രീകളോട് യേശു ഇപ്രകാരമാകുന്നു പറയുന്നത്: നിങ്ങൾ എന്നെ ചൊല്ലി കരയേണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലിക്കരവേ. Jesus is reminding us the sanctity and the serenity of universal motherhood and fatherhood, and its responsibility of creating a new generation with Christ-centered living, creating a new generation with quality, dignity, grace and glory. മൂന്നാമത് ഞാൻ പറയുവാൻ ശ്രമിച്ചത് ഇന്നത്തെ അത്യന്താധുനികമായ സംസ്കാരം, സ്വയകേന്ദ്രീകൃതമായ ജീവിതം, അന്യരുടെ വേദനകൾ ഞങ്ങൾ എന്തിന് അറിയണം എന്ന് ചോദിക്കുന്ന ആധുനിക സ്വാർത്ഥ കേന്ദ്രീകൃതമായ സ്വയകേന്ദ്രീകൃതമായ ജീവിതത്തോട് കർത്താവ് നൽകുന്നതായിട്ടുള്ള ഒരു വലിയ മാതൃകാ ദർശനമാണ്. ഇതാ തന്റെ മാതാവ് ആ ക്രൂശൻ ചുവട്ടിൽ നിൽക്കുന്നു. തന്റെ മാതാവിന്റെ സഹോദരിയായ മറിയ, ക്ലിയോപ്പാവിന്റെ ഭാര്യ മറിയ, മഗ്ദലന മറിയ, ഇവരെല്ലാവരും അവിടെയുണ്ട്. താനേറെ സ്നേഹിച്ച യോഹന്നാൻ എന്ന ശിഷ്യൻ അവിടെയുണ്ട്. അവരെല്ലാം അവിടെ കാണുമ്പോൾ ആ യേശു ഈ ലോകത്തിന് ഒരു മാതൃക സൃഷ്ടിക്കുകയായിരുന്നു. തന്റെ മാതാവിന്റെ ഈ ലോകത്തിലുള്ള സുരക്ഷിതത്വം യോഹന്നാനെ നോക്കിക്കൊണ്ട് പറയുകയാണ്, ഇതാ നിന്റെ അമ്മ. തന്റെ അമ്മയെ നോക്കിക്കൊണ്ട് പറയുകയാണ്, ഇതാ നിന്റെ മകൻ. ആ നിമിഷം മുതൽ മറിയയെ യോഹന്നാൻ തന്റെ ഭവനത്തിൽ ചേർത്തുകൊണ്ടു. ജീവിതത്തിന്റെ ആ വലിയ തിരസ്കരണം അനുഭവിക്കുമ്പോഴും ക്രിസ്തു തന്റെ മാതാവിനു വേണ്ടിയുള്ള ആ സുരക്ഷിതത്വം ഇന്നത്തെ അത്യന്താധുനിക സ്വാർത്ഥ കേന്ദ്രീകൃതമായ സ്വയകേന്ദ്രീകൃതമായ ജീവിതങ്ങൾക്ക് ഒരു ബദൽ മാതൃകയാണ്. നിങ്ങളുടെ മാതാപിതാക്കളെ സ്നേഹിക്കുക, കരുതുക, ബഹുമാനിക്കുക. അവിടെയാണ് നിനക്ക് നന്മ വരുവാനും നീ ദീർഘായുസ്സോടിരിപ്പാനും. നിന്റെ മാതാപിതാക്കളെ ബഹുമാനിക്കുക എന്ന ആ വലിയ കൽപ്പനയുടെ അനുഭവം പൂർത്തീകരിക്കപ്പെടുന്നത്. രണ്ടനുഭവങ്ങൾ കൂടി പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്,
യേശുവിന്റെ ശിഷ്യനായ യൂദയുടെ അനുഭവമാണ്. എസ്കറിയോത്ത യൂദ, അവിടെ കർത്താവ് അവനെ രക്ഷിക്കുന്നതിനായിട്ട് പല പ്രാവശ്യം അവൻ ചെയ്യുവാൻ പോകുന്ന തിന്മ പ്രവൃത്തിയെക്കുറിച്ച് ഓർമ്മപ്പെടുത്തി മഹാപുരോഹിതന്മാരുടെ അടുക്കൽ ചെന്ന് അവരോട് ചോദിച്ചു, അവനെ കാണിച്ചു തന്നാൽ നിങ്ങൾ എനിക്കെന്ത് തരും? 30 വെള്ളിക്കാശ് യൂദായുടെ കയ്യിൽ തൂക്കിക്കൊടുത്തു എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ആ കാലത്തും ഈ കാലത്തും നാണയങ്ങൾ എണ്ണി തിട്ടപ്പെടുത്തിയാണ് കൊടുക്കാറുള്ളത്. എന്നാൽ ഇവിടെ ഇതാ രേഖപ്പെടുത്തിയിരിക്കുന്നു, 30 വെള്ളിക്കാശ് തൂക്കിക്കൊടുത്തു. ആ ചിന്തയിലേക്കൊന്നും ഞാനിപ്പോൾ പ്രവേശിക്കുന്നില്ല. ഇതാ 30 വെള്ളിക്കാശ് മേടിച്ച് പോക്കറ്റിലിട്ട് യേശുവിനോട് കൂടെ ആ പെസഹായുടെ വിരുന്നിൽ ഇരിക്കുമ്പോൾ തന്നെ കർത്താവിന്റെ പിടയുന്ന ആ ഹൃദയം, വേദനിക്കുന്ന ആ ഹൃദയം ആ മേശമേൽ ഒരുമിച്ചിരിക്കുമ്പോൾ യേശു പറഞ്ഞു, നിങ്ങളിൽ ഒരുവൻ എന്നെ കാണിച്ചു കൊടുക്കും. ശിഷ്യന്മാർ തമ്മിൽ ആരാകുന്നു ഇത്, ആരാകുന്നു എന്ന് ചോദിച്ചു. അപ്പോഴും വളരെ വ്യക്തമായി യൂദായിക്കറിയാം അത് താനാണെന്ന്. എന്നിട്ടും അവന് യാതൊരു ഭാവഭേദവുമില്ല. ഇതാ അവസാനമായി യേശുവിന്റെ അടുക്കിലേക്ക് ആ യൂദയെ അടുത്ത് വന്നതിന് ശേഷം യേശുവിന്റെ മുഖത്തേക്ക് നോക്കി അവനോട് ചോദിക്കുകയാണ്, ഞാനാകുന്നുവോ? യേശു ഉടനെ പറഞ്ഞു, നീ തന്നെ. വളരെ വ്യക്തതയോടെ യേശു പറഞ്ഞു, നീ തന്നെയാണ് എന്നെ കാണിച്ചു കൊടുക്കുന്നവൻ. ആ 30 വെള്ളിക്കാശ് അവന്റെ പോക്കറ്റിലുണ്ട്. യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ നമുക്കവിടെ കാണുന്നത്, അവൻ അപ്പകണ്ഡം യേശുവിന്റെ കയ്യിൽ നിന്ന് വാങ്ങിയതിന് ശേഷം ആ മേശയിൽ നിന്ന് എഴുന്നേറ്റ് പോകുകയാണ്. അപ്പോൾ രാത്രിയായിരുന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. അതായത് അവന്റെ പോക്ക് അന്ധകാരത്തിലേക്കാണ്, വെളിച്ചത്തിലേക്കല്ല. ക്രിസ്തു പറഞ്ഞു, ഞാൻ ഈ ലോകത്തിന്റെ വെളിച്ചമാണ്. ആ വെളിച്ചമാകുന്ന ക്രിസ്തുവിങ്കിലേക്കുള്ള ഒരു യാത്രയല്ല യൂദയുടേത്. പിന്നെയോ ആ രാത്രിയുടെ ഇരുളിലേക്ക്, അന്ധകാരത്തിലേക്കുള്ള യാത്രയാണ്. ആ യാത്രയുടെ അന്തം എന്താണെന്നും നമുക്കറിയാം. ഇതാ തന്റെ യജമാനനുമായുള്ള ബന്ധം പൂർണ്ണമായി വിച്ഛേദിച്ചു. തന്റെ കൂട്ടുശിഷ്യന്മാരുമായുള്ള ബന്ധം വിച്ഛേദിച്ചു. അവന്റെ അന്ത്യം വളരെ ദയാനകമാണ്, ഭയാനകമാണ്. It was tragic. His death was tragic. മനസ്സിലാക്കണം, യേശു ക്രിസ്തുവിനോട് കൂടെ സഞ്ചരിച്ച ക്രിസ്തുവിന്റെ ശിഷ്യന് സംഭവിച്ചത് the tragic end. വളരെ വളരെ ഭയാനകമായ ഒരനുഭവമാണ്. നോക്കൂ, എന്താ അവന് സംഭവിച്ചത്? Judah, his life is motivated and his life is directed by the glitterings of this world.
ഈ ലോകത്തിന്റെ പ്രലോഭനങ്ങളിൽ അവൻ പെട്ടുപോകുകയാണ്. പ്രിയ ദൈവജനമേ, ഇന്ന് ഈ ക്രൂശിനെ ധ്യാനിക്കുമ്പോൾ ഈ ക്രൂശ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് ഈ പ്രലോഭനങ്ങളിലേക്ക് ലോകം തരുന്ന കണ്ണഞ്ചിപ്പിക്കുന്ന പ്രലോഭനങ്ങളുടെ പുറകെ നാം പോകരുത്. ക്രിസ്തുവിന്റെ ജീവിതത്തിലും ആ പ്രലോഭനങ്ങൾ ഉണ്ടായിരുന്നു. സാത്താൻ ഏത് നിമിഷവും നമ്മോട് കൂടെയുണ്ട്. കാറ്റിൽ പറത്തുന്ന അനുഭവങ്ങളിലേക്ക് നമ്മളെ നയിക്കുവാൻ അവൻ നമ്മോട് കൂടെയുണ്ട്. പക്ഷേ പ്രിയ ദൈവമക്കളെ, ഈ ലോകത്തിന്റെ പ്രലോഭനങ്ങളിൽ, കണ്ണഞ്ചിപ്പിക്കുന്ന അനുഭവങ്ങളിൽ, ഈ ലോകത്തിന്റെ ധനത്തിൽ നാം ആയിത്തീരരുത്. His life was motivated, directed by the glitterings of this world. And he was a person who was crazy for power and money. A symbol of the crazy for power and money. A person who lost conscience. He betrayed his own master. മനസാക്ഷി നഷ്ടപ്പെട്ടവനാണ് യൂദ. പ്രിയ ദൈവമക്കളെ, നാം ജീവിക്കുമ്പോൾ ഈ ജീവിതയാത്രയിൽ മനസാക്ഷിക്ക് വിരോധമായി നാം ഒന്നും പ്രവർത്തിക്കരുത്. ഇതാ നാം ചെയ്യുവാൻ പോകുന്ന തിന്മയുടെ അനുഭവത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ കർത്താവ് നമ്മുടെ അന്തരംഗങ്ങളിൽ തരുന്ന ആ ഒരു വലിയ ബോധമുണ്ട്. മകനെ, ആ വഴി പോകരുത്. ഇതാ ഞാൻ നിനക്ക് വേണ്ടി ഒരുക്കുന്ന വഴിയിലൂടെ പോകണം. എന്നാൽ ജീവിതത്തിന്റെ കണ്ണഞ്ചിപ്പിക്കുന്ന പ്രലോഭനങ്ങൾ, ആ സാത്താൻ തരുന്ന വഴിയിലൂടെ പോകുവാൻ നിർബന്ധിക്കപ്പെടുമ്പോൾ നമ്മുടെ മനസാക്ഷി നഷ്ടപ്പെടുകയാണ്. ഇന്ന് നാം ജീവിക്കുന്ന ഇടങ്ങളിൽ അരുതാത്തതായ മാർഗങ്ങളിലൂടെ നാം ധനം സമ്പാദിക്കുന്നുവെങ്കിൽ നമ്മുടെ മനസാക്ഷിയെ വഞ്ചിക്കുന്നവരാണ്. നമ്മുടെ യേശുവിനെ ഒറ്റിക്കൊടുക്കുന്നവരാണ്. പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതയാത്രയിൽ ഈ ധനമൊരു പ്രലോഭനമാണ്. അരുതാത്തതായ മാർഗങ്ങളിലൂടെ നാം സ്വരുക്കൂട്ടുന്ന എല്ലാ ധനങ്ങളും അത് നമ്മളുടെ മനസാക്ഷിയെ ഇല്ലാതെയാക്കുകയാണ്. ക്രിസ്തുവിനെ ഒറ്റിക്കൊടുക്കുന്ന അനുഭവത്തിലേക്കാണ്. He realized his mistake. അവന്റെ തെറ്റു മനസ്സിലാക്കി, തിരിച്ചറിഞ്ഞു. പക്ഷെ എന്താ ചെയ്യുന്നത്? അവൻ ആ 30 വെള്ളിക്കാശുമായി ദേവാലയത്തിലേക്ക് തിരികെ വരുന്നു. പുരോഹിതന്മാരെ ഏൽപ്പിക്കുവാൻ ശ്രമിക്കുന്നു. ഞാൻ കുറ്റമില്ലാത്ത രക്തത്തെ കാണിച്ചു തന്നിരിക്കുന്നു. പുരോഹിതന്മാർ അത് സ്വീകരിക്കുന്നില്ല. അവൻ ആ ദേവാലയത്തിലേക്ക് ആ 30 വെള്ളിക്കാശ് വലിച്ചെറിഞ്ഞ് പോയി കെട്ടി ഞാൻ ചത്തുകളയുകയാകുന്നു. There ends the life of Judah, a pathetic and tragic end. എന്തുകൊണ്ട്? അവൻ കർത്താവിനെ കൂടാതെ തീരുമാനമെടുത്തു. He took the decision without his master. പ്രിയ ദൈവജനമേ, നമ്മളുടെ ഈ ലോകയാത്രയിൽ ഇന്ന് ഈ ക്രൂശിനെ ധ്യാനിക്കുമ്പോൾ നമ്മുടെ ജീവിതയാത്രയിൽ
തീരുമാനങ്ങൾ കൈക്കൊള്ളേണ്ട അവസരങ്ങൾ ഉണ്ടാകുമ്പോൾ ഞാൻ എന്റെ കർത്താവിനോടുകൂടി ആ തീരുമാനങ്ങൾ കൈക്കൊള്ളും എന്ന ആ ഒരു ചിന്തയോടുകൂടി മുൻപോട്ട് പോകണം. സ്വാർത്ഥമായ അനുഭവങ്ങൾക്ക് വേണ്ടിയുള്ള തീരുമാനങ്ങളല്ല. ആ തീരുമാനങ്ങൾ ക്രിസ്തുവുമായുള്ള ബന്ധത്തിന്റെ പുനഃസ്ഥാപനത്തിലേക്ക് നമ്മളെ നയിക്കും. ഇതാ വേറൊരു വ്യക്തിയെ കൂടി ഞാൻ പരിചയപ്പെടുത്താം. യേശു ആ ഭാരമേറിയ ക്രൂശുമായി ഗോൽഗോഥ മലമുകളിലേക്ക് യാത്രയാണ്. ഈ ലോകത്തിന്റെ നാഥൻ വയലിലെ പുല്ലിൻ തുമ്പിലെ ഇത്തിരി പോകുന്ന പൂവിനെ സോളമനേക്കാൾ വാഴ്ത്തിയവൻ, ഭൂമിക്കു മീതെ ആകാശത്തെ വിരിച്ചവൻ, ഈ അഖിലാണ്ടത്തിന്റെ നാഥൻ, സകലത്തെയും അവന്റെ കരങ്ങളിൽ വഹിച്ചവൻ, സകലത്തിന്റെയും കേന്ദ്രബിന്ദുവായവൻ ഇതാ പരിഹസിക്കപ്പെടുന്നു, തിരസ്കരിക്കപ്പെടുന്നു, നിന്ദിതനാക്കുന്നു, പരിഹാസ വിഷയമായി തീരുന്നു, പരിഹസിക്കപ്പെടുന്നു. അവന്റെ മുഖത്ത് തുപ്പി, അവന്റെ തലയിൽ കോൽ കൊണ്ടടിച്ചു, അവന്റെ കണ്ണുകെട്ടി അവനെ അടിച്ചു. എന്നിട്ട് ചോദിക്കുകയാണ്, നിന്നെ തല്ലിയതാരെന്ന് പറയുക. ആ സമൂഹത്തിൽ അന്ന് അവൻ അനുഭവിക്കാവുന്ന ഏറ്റവും വലിയ തിരസ്കരണം, ഏറ്റവും വലിയ നിന്ദ്യമാക്കപ്പെടൽ, എല്ലാവരാലും പരിത്യജിക്കപ്പെടുന്നു. His disciples disappeared. അവന്റെ ശിഷ്യന്മാർ എല്ലാവരും അപ്രത്യക്ഷരായി. നോക്ക്, യേശു വളരെ വേദനയോട് തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, പത്രോസിനോട് പറഞ്ഞു, ഇതാ ഇടയൻ അടിയേൽക്കും, ആടുകൾ ചിതറിപ്പോകും, നിങ്ങൾ എങ്കിൽ ഇടറും. അപ്പോൾ പത്രോസ് പറഞ്ഞു, എല്ലാവരും ഇടറിയാലും ഞാൻ നിങ്ങൾ ഇടറുകയില്ല. നിന്നോടുകൂടെ മരിക്കേണ്ടി വന്നാലും ഞാൻ അതിന് തയ്യാറാണെന്ന് പത്രോസ് പറയുമ്പോൾ മറ്റു ശിഷ്യന്മാരും ആ പത്രോസിനോട് കൂടെ ചേർന്ന് പറയുകയാണ്, ഞങ്ങളും അതിന് തയ്യാറാണ്. പക്ഷെ ഇപ്പോൾ യേശുവിന് ആ ശിഷ്യന്മാരുടെ സാന്നിധ്യം എത്രയേറെ ആവശ്യമാണ്. താൻ സ്നേഹിച്ചവർ, തന്റെ കൂടെ കഴിഞ്ഞ 3.5 സംവത്സരക്കാലമായി ഉണ്ടായിരുന്നവർ, തന്റെ ശുശ്രൂഷകളിൽ ഭാഗവാക്കുകളായിത്തീർന്നവർ, ഇതാ ഇപ്പോൾ യേശു തിരസ്കരിക്കപ്പെടുമ്പോൾ, പരിഹസിക്കപ്പെടുമ്പോൾ, നിന്ദിതനായി തീരുമ്പോൾ ഏകനായി നിൽക്കുകയാണ്. ആരും അവന് അടുത്തില്ല. His disciples disappeared. His friends forsaken him. അവന്റെ സ്നേഹിതന്മാർ അവനെ ഉപേക്ഷിച്ചു. And his nation despised him. ആ ദേശം അവനെ നിന്ദിച്ചു. ഇതാ യേശുവിന്റെ അനുഭവം. ആ ക്രൂശുമായി മുൻപോട്ട് പോകുകയാണ്. ചാട്ടവാറുകളുടെ അടിയേൽക്കുന്നു. സകലത്തിന്റെയും കേന്ദ്രമായവൻ, സകലത്തിനും കാരണഭൂതനായവൻ, സൃഷ്ടിയുടെ ആരംഭത്തിൽ പിതാവിനോടൊപ്പമുണ്ടായിരുന്നവൻ ഇന്ന് ചാട്ടവാറടിയേൽക്കുന്നു, ക്ഷീണിതനാകുന്നു, തളരുന്നു. ആ ക്രൂശുമായി മുൻപോട്ട് പോകുവാൻ കഴിയില്ല.
അപ്പോഴാണ് പടയാളികൾ അവിടെ നിൽക്കുന്ന കുറേനേക്കാരനായ ശിമോൻ എന്നൊരു മനുഷ്യനെ കാണുന്നു. ആ മനുഷ്യനെ വിളിച്ച് യേശുവിന്റെ ക്രൂശ് ചുമക്കുവാൻ അവനെ നിർബന്ധിക്കുകയാണ്. പ്രിയ ദൈവമക്കളെ, നാം ഒന്ന് നോക്കണം, ആരായി കുറേനേക്കാരനായ ശിമോൻ? ഇതാ അവനെ കുറിച്ച് വേദപുസ്തകം നൽകുന്ന സാക്ഷ്യം ഇതാണ്. അവൻ വയലിലെ കഠിനമായ ജോലി കഴിഞ്ഞ് ഈ കാഴ്ച എന്തെന്ന് കാണുവാൻ എത്തിയവനാണ്. എ പേഴ്സൺ who is coming from his hard work in the field. കഠിനമായ ജോലിക്ക് ശേഷം അവൻ എത്തിയവനാണ്. അവനെ സംബന്ധിച്ചിടത്തോളം he doesn't have any extraordinary claims in his life. ഒന്നും അവൻ അവകാശപ്പെടാനില്ല. And he doesn't have anything to claim of his own religion and his own religious practices. അവന്റെ ആചാര അനുഷ്ഠാനങ്ങളെ കുറിച്ചൊന്നും അവന് അവിടെ പറയാനായിട്ടില്ല. എന്നാൽ നോക്കണം, അവനാണ് യേശുവിന്റെ ക്രൂശ് ചുമക്കുവാനുള്ള ആ ഏറ്റവും ധന്യമായ അനുഭവം ലഭിക്കുന്നത്. കുറേനേക്കാരനായ ശിമോനെ സംബന്ധിച്ചിടത്തോളം that moment was the glorious and supreme moments in his life. അവന്റെ ജീവിതത്തിലെ ഏറ്റവും അതുല്യമായ അനുഭവമാണത്. യേശുവിന്റെ ക്രൂശ് ചുമക്കുക. And he doesn't have any extraordinary claims. ഇവിടെയാണ് ഈ ക്രൂശീകരണ അനുഭവത്തിൽ Christ is challenging us to remove the false prestiges, false pride. അങ്ങനെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ രൂപപ്പെടുത്തിയിരിക്കുന്ന false pride, the false prestige, ഞാൻ എന്തോ ആണെന്നുള്ള തോന്നൽ, ഇന്ന് കർത്താവ് നമ്മളോട് പറയുന്നു, ഈ ക്രൂശ് ചുമക്കുമ്പോഴാണ് നീ ധന്യനായിത്തീരുന്നത്. നിന്റെ മതാചാരങ്ങളുടെ ആ അനുഭവങ്ങളെ അല്ല ഞാനതാ പറഞ്ഞത്. He doesn't have any extraordinary claims in his life. ഒന്നും അവിടെയില്ല, ഒന്നും അവൻ അവകാശപ്പെടാനില്ല. അവിടെ അവന്റെ ജീവിതത്തിലെ ഏറ്റവും ധന്യമായ അനുഭവമാണത്. നോക്കൂ, കർത്താവ് തന്നെ പറഞ്ഞു, കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും തെക്ക് നിന്നും വടക്ക് നിന്നും അനേകർ വന്ന് ദൈവരാജ്യത്തിൽ എന്നോടുകൂടെ പന്തിക്കിരിക്കും. രാജ്യത്തിന്റെ പുത്രന്മാരെയോ അന്ധകാരത്തിലേക്ക് തള്ളിക്കളയും. പ്രിയ ദൈവമക്കളെ, ഇവിടെയാണ് ഈ ക്രൂശിന്റെ ദർശനം നമ്മളെ ശക്തമാക്കേണ്ടത്. അനുതാപത്തിന്റെ അനുഭവങ്ങൾ നമ്മളിൽ രൂപപ്പെടണം. മാനസാന്തരത്തിന്റെ അനുഭവം ഈ ദുഃഖവെള്ളിയാഴ്ചയുടെ അനുഭവത്തിൽ ഉണ്ടാകണം. നോക്ക്, ക്രൂശിൽ കിടക്കുന്ന കള്ളൻ, രണ്ടുപേർ ഇടതും വലതുമായി, ഒരാൾ താൻ അനുഭവിക്കുന്ന കഷ്ടതയിൽ ആ ക്രൂശിന്റെ
വേദനയിൽ അവൻ മരിക്കുകയാണ്. അവന്റെ പിറുപിറുപ്പ് അവൻ യേശുവിനോട് പറയുന്നു, നീ ക്രിസ്തുവാകുന്നുവെങ്കിൽ നിന്നെ തന്നെ രക്ഷിക്കുക, ഞങ്ങളെയും രക്ഷിക്കുക. അവൻ അവന്റെ ആ പാപത്തിൽ മരിക്കുകയാണ്. എന്നാൽ ആ ക്രൂശിൽ മറ്റൊരു കള്ളനുമുണ്ട്. ക്രൂരനായ മനുഷ്യനായിരിക്കാം, പാപകേന്ദ്രീകൃതമായ ജീവിതമായിരിക്കാം അവൻ നയിച്ചത്. എന്നാൽ തന്റെ അടുത്ത് കിടക്കുന്ന ഈ ക്രിസ്തുവിന്റെ ശാന്തത, ആ ക്രൂശിൽ ഇവർ ചെയ്യുന്നത് ഇന്നതെന്നറിയാൽ ഇവരോട് ക്ഷമിക്കണമേ എന്ന് കർത്താവ് പറയുന്നത് ഇവൻ കേട്ടിട്ടുണ്ട്. ഇവൻ ദൈവപുത്രനാകുന്നു എന്നുള്ള ആ ഒരു ബോധ്യതയിലേക്ക് അവൻ ഉയരുകയാണ്. കർത്താവിനോട് അവൻ അപേക്ഷിക്കുന്നു, കർത്താവേ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും ഓർക്കണം. നോക്ക, അവന്റെ ജീവിതത്തിൽ അവനുണ്ടായ ആ ഒരു മാനസാന്തരം, ഒരു രൂപാന്തരം, ഒരു ട്രാൻസ്ഫർമേഷൻ, a renewal in his life. അവൻ യേശുവിനെ അവന്റെ ജീവിതത്തിന്റെ കർത്താവായി സ്വീകരിക്കുകയാണ്. He is the Lord of my life. Oh Lord, remember me when you come in power. അവനും ഒരു ദർശനമുണ്ട്. ഈ കർത്താവ് രാജ്യത്വം പ്രാപിച്ചു വരുമെന്ന് കണ്ടോ? ആ ക്രൂശിൽ കിടന്നുകൊണ്ട് അന്ന് ആരും പറയുവാൻ ധൈര്യം കാണിക്കാത്ത ആ വാക്കുകളാണ് അവൻ അവിടെ പറയുന്നത്. He will come in power. അവൻ രാജ്യത്വം പ്രാപിച്ചു വരും. അതുകൊണ്ടാ പറയുന്നത്, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും ഓർക്കണം. ഇതാ കണ്ണിമയ്ക്കുന്നതിനിടയിൽ യേശു അവൻ ഉത്തരം നൽകിക്കഴിഞ്ഞു. ഇന്ന് നീ എന്നോടുകൂടെ പർദീസായിൽ ഉണ്ടായിരിക്കും. ഇന്ന്, now itself. പ്രിയ ദൈവജനമേ, ഈ ദുഃഖവെള്ളിയാഴ്ചയുടെ അനുഭവത്തിൽ ഈ കർത്താവിനോട് കൂടെ ഈ പർദീസ പങ്കിടുന്ന അനുഭവം ഉണ്ടാകണം. ശ്രദ്ധിക്കുക, പർദീസ എന്ന പേർഷ്യൻ വാക്കിന്റെ അർത്ഥം 4 മതിലുകളാലും ചുറ്റപ്പെടുകയും ഒരു വാതിൽ മാത്രമുള്ളതുമായ ഉദ്യാനത്തെയാണ് പർദീസ എന്ന പേർഷ്യൻ വാക്കിന്റെ അർത്ഥം. അങ്ങനെയാണെങ്കിൽ യേശു ക്രിസ്തു പറയുകയാണ്, ഞാനാകുന്ന വാതിലിലൂടെ നീ പർദീസായിലേക്ക് പ്രവേശിക്കുക. കർത്താവ് പറഞ്ഞു, ഞാൻ ആടുകളുടെ വാതിലാകുന്നു. കർത്താവ് ആ വാതിലാകുന്നുവെന്ന് പറയുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് ഒരു സംരക്ഷണ കവചമാണ്. കർത്താവാകുന്ന വാതിലിലൂടെ കടക്കുന്ന ഏവരും നശിച്ചു പോകാത്ത സമൃദ്ധിയായ ജീവനുണ്ടാകും. അതെ, ഈ കള്ളനും അപ്രകാരം ആ കർത്താവിന്റെ സമൃദ്ധിയായ സംരക്ഷണം ലഭിച്ചിട്ടുണ്ട്. ഇന്ന് നീ എന്നോട് കൂടെ പർദീസായിലുണ്ട്. അതായത് ഇന്ന് നീ ഞാൻ നൽകുന്ന എന്റെ സംരക്ഷണവും ഞാൻ നൽകുന്ന സമൃദ്ധിയായ ജീവനും അനുഭവിക്കുന്നു. പ്രിയ ദൈവമക്കളെ, ഈ ലോക ജീവിതയാത്രയിൽ ക്രിസ്തുവാകുന്ന വാതിലിലൂടെ കടക്കുന്നവരാകണം നമ്മുടെ ജീവിതം. ക്രിസ്തുവാകുന്ന സംരക്ഷണം ഈ ലോകം നൽകുന്ന സംരക്ഷണമല്ല, ക്രിസ്തുവാകുന്ന വാതിലാകുന്ന സംരക്ഷണം
അത് നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കണം. ഈ ക്രൂശ് ആ ഒരു സംരക്ഷണത്തിന്റെ അനുഭവമാണ്. പ്രിയ ദൈവമക്കളെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. ക്രിസ്തുവാകുന്ന വാതിലാകുന്ന ആ ക്രൂശിന്റെ സംരക്ഷണം അത് നമ്മുടെ ജീവിതത്തിന് ലഭ്യമാകുകയും അപ്രകാരം നമ്മുടെ ജീവന്റെ അടിസ്ഥാനമായി തീരുകയും ചെയ്യണം. തള്ളിക്കളഞ്ഞ കല്ല് എന്റെ ഉയരിന്റെയും എന്റെ ജീവന്റെയും മൂലക്കല്ലായി തീർന്നിരിക്കുന്നുവെന്ന് നമുക്ക് ഈ ദിനത്തിൽ പറയണം, അതനുഭവിക്കണം. അവിടെയാണ് ഈ ദുഃഖ വെള്ളിയാഴ്ചയുടെ അനുഭവം ധന്യത നിലനിൽക്കുന്നത്. പ്രിയ ദൈവമക്കളെ, ഇന്ന് ധ്യാനിച്ച ആ ധ്യാന ചിന്തകൾ നിങ്ങളുടെ മനസ്സിൽ എന്നും നിലനിൽക്കട്ടെ. ഇതാ വളരെയധികം ഭയാനകമായ ആകാംക്ഷകളും ആകുലതകളുമുള്ള ലോകത്തിന്റെ മുൻപിൽ നാം നിൽക്കുന്നു. കൊറോണ എന്ന വൈറസിന്റെ ബാധ, എന്നാൽ അതിന്റെ മധ്യത്തിൽ ക്രിസ്തുവാകുന്ന വാതിലിലൂടെ സഞ്ചരിപ്പാൻ നമുക്ക് സാധ്യമാകണം. പുതിയ ജീവന്റെ സമൃദ്ധിയുടെ അനുഭവം ഉണ്ടാകണം. ലോകം ക്രിസ്തുവിന്റെ ക്രൂശിനാൽ വീണ്ടെടുക്കപ്പെടണം. ക്രിസ്തുവിന്റെ ക്രൂശിനാൽ സൗഖ്യമാക്കപ്പെടണം. അവന്റെ അടിപ്പിണലുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. പ്രിയ ദൈവജനമേ, ഈ ക്രൂശിനെ ധ്യാനിക്കുമ്പോൾ നമ്മുടെ ദേശത്തിന്, നമ്മുടെ രാജ്യത്തിന്, നമ്മുടെ ലോകത്തിന് നീ സൗഖ്യദായകനായി ഈ ക്രൂശ് ഇന്ന് നീ വഹിച്ചുവല്ലോ. ആ വളരെ ധന്യമായ ഓർമ്മകളോടുകൂടെ പ്രാർത്ഥനയ്ക്കായി നമുക്ക് നമ്മുടെ തലകളെ വണക്കാം. കർത്താവേ, ഇന്ന് ഞങ്ങൾ ധ്യാനിച്ച ചിന്തകൾ അതെല്ലാം ഞങ്ങൾക്ക് അനുഗ്രഹമായി തീരുവാൻ സഹായിക്കണമേ എന്ന് നമുക്ക് അപേക്ഷിക്കാം. നിന്റെ ക്രൂശിന്റെ സമൃദ്ധിയായ ജീവൻ ഞങ്ങൾക്ക് നൽകണം. ബലമുള്ള ഭുജങ്ങൾ ഞങ്ങളെ താങ്ങണം. ഈ ലോകത്തിന്റെ കണ്ണഞ്ചിപ്പിക്കുന്ന മായാമോഹങ്ങളിൽ ഞങ്ങളുടെ ജീവിതങ്ങൾ അകപ്പെട്ടു പോകാതിരിക്കാൻ ഞങ്ങളെ സഹായിക്കണം. പ്രലോഭനങ്ങൾ ധാരാളമുണ്ട്. അതിന്റെ മധ്യത്തിൽ ക്രൂശോട് ചാരി നിൽപ്പാൻ ഞങ്ങളെ സഹായിക്കണം. ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ ഉയർത്തിയിരിക്കുന്ന ഫോൾസ് പ്രസ്റ്റീജ്, ഫോൾസ് പ്രൈഡ്, അതൊക്കെ ഞങ്ങൾ മാറ്റി ദൈവമേ, നിന്നിൽ നിന്ന് രൂപപ്പെടുന്ന മാനസാന്തരത്തിന്റെയും രൂപാന്തരത്തിന്റെയും ആ അനുഭവത്തിലേക്ക് പ്രവേശിക്കാൻ ഞങ്ങളെ സഹായിക്കണം. നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം. ക്രൂശ് കർത്താവിന്റെ ജീവിതത്തിൽ മാനുഷികമായി നോക്കിയാൽ പരാജയമാണ്. എന്നാൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, എന്റെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ എനിക്ക് ഇടവരരുത്. ഈ ക്രൂശ് ധന്യമാണ്. ഈ ക്രൂശിലൂടെ ഉയർത്തെഴുന്നേൽപ്പിന്റെ ധന്യതയുണ്ട്. പ്രതീക്ഷകൾ അസ്തമിക്കുമ്പോൾ പ്രത്യാശ നൽകുന്ന ആ ക്രൂശിലേക്ക് നമ്മുടെ ജീവിതങ്ങളെ അർപ്പിച്ചുകൊണ്ട് നമുക്ക് ജീവിക്കാം. യേശുവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ.